ബ്രസ്റ്റ് മിൽക്ക് ഏറ്റവും, അതായത് ഒരു കുട്ടിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ആഹാരമാണ്. അതിന് പകരം വെക്കാൻ ഒന്നുമില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമേ, അതായത് മെഡിക്കലി ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രമേ നമ്മൾ ഫോമുല അല്ലെങ്കിൽ ഈ മിൽക്ക് പൗഡർ ബേസ്ഡ് ആയിട്ടുള്ള പാല് കൊടുക്കാൻ സജസ്റ്റ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഒരു തീരെ ഈവൻ പ്രീ ടൈം ആയിട്ടുള്ള കുട്ടിയാണെങ്കിലും വെയിറ്റ് തീരെ കുറഞ്ഞ കുട്ടിയാണെങ്കിലും നമ്മൾ കഴിവതും അവർക്ക് മുലപ്പാൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇപ്പം ചില പ്രീ ടൈംസ് വളരെ സിക്കായിരിക്കാം, പക്ഷേ എന്നാലും നമ്മുടെ കുടൽ അല്ല എൻട്രിക് റൂട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമുക്കുള്ളത്. പക്ഷേ ആളുകൾക്ക് ഫോർമുലയെക്കുറിച്ചുള്ള ധാരണ, ചിലർക്കത് തെറ്റായ ധാരണ തന്നെയാണ്. ഒരു ഫോർമുലയും ഹ്യൂമൻ മിൽക്കിന് ഈക്വലായിട്ട് വരില്ല. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഹ്യൂമൻ മിൽക്ക് നൽകുന്നത് പല കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് വേണ്ട കാലറീസും ഫാറ്റും പ്രോട്ടീനും നൽകും. നമുക്ക് വേണ്ട ഒത്തിരി പ്രത്യേക ഘടകങ്ങൾ, സൈറ്റോകൈൻ അല്ലെങ്കിൽ ലാക്ടോഫെറിൻ, ഇങ്ങനത്തെ കുറേ ഘടകങ്ങൾ തരും. കൂടാതെ അമ്മ കുട്ടിക്ക് കൊടുക്കുന്ന സ്നേഹം, അതൊന്നും നമുക്ക് വാങ്ങാൻ കിട്ടുന്നതൊന്നും അല്ലല്ലോ. അമ്മയുടെ ബോണ്ടിങ് അതൊന്നും വാങ്ങാം. അപ്പോൾ ഒരു പ്രാക്ടിക്കലി ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനും ബ്രസ്റ്റ് മിൽക്കിന് ഈക്വൽ, മുലപ്പാലിന് ഈക്വലാകാൻ സാധിക്കില്ല. ഫോമുലയെക്കുറിച്ച് ആളുകൾക്ക് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മിൽക്ക് പൗഡർ സോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും എക്കണോമിക്കലായിട്ടുള്ളൊരു പൗഡറായിരിക്കും അവർ സോഴ്സ് ചെയ്യുക. പിന്നെ അവർ ഹൈലൈറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും പ്രോട്ടീൻസൊക്കെ ഹോമോജനൈസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഭയങ്കര അഡ്വർടൈസ്മെൻ്റ് ആണല്ലോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആളുകൾ അതിനെക്കുറിച്ചൊരു പ്രത്യേക ധാരണ കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫോമുല കൊടുക്കുന്ന കുട്ടികൾക്ക് കുറച്ച് ഡെഫിനറ്റായിട്ട് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളുണ്ടെന്ന്. ഇൻഫെക്ഷൻ്റെ റേറ്റ് കൂടുതലായിരിക്കും, അലർജിയുടെ ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മറ്റ് പല അസുഖങ്ങൾ, അതായത് അക്യൂട്ടായിട്ടുണ്ടാകാവുന്ന അസുഖങ്ങളും ചെവിയുടെ ഇൻഫെക്ഷൻസ്, ഫ്യൂച്ചറിലുണ്ടാകാവുന്ന ചില അസുഖങ്ങൾ, അതായത് ഡയബറ്റിസ്, കുട്ടികൾക്ക് ഡയബറ്റിസ്, അതെല്ലാം അവരിൽ കൂടുതലായിരിക്കും. പിന്നെ മുലപ്പാൽ കൊടുക്കുന്ന കുട്ടികൾക്കാണ് കമ്പാരിറ്റീവ്ലി ഈ ഫോമുല കൊടുക്കുന്ന കുട്ടികളെക്കാളും IQ കൂടുതലുള്ളത്. അതൊക്കെ ഫോളോ അപ്പിൽ നമ്മൾ ശാസ്ത്രം കണ്ടെത്തിയ വസ്തുതകളാണ്. അപ്പോൾ അസുഖങ്ങൾ, ഇൻഫെക്ഷൻസ്, അലർജി, പിന്നെ ക്യാൻസേഴ്സ്, ഡയബറ്റിസ് ഇതുപോലത്തെ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ, ഇതെല്ലാം കമ്പാരിറ്റീവ്ലി ഫോമുല കൊടുക്കുന്ന കുട്ടികളിൽ കൂടുതലാണ്. അപ്പോൾ ഫോമുല ഞങ്ങൾ ഒട്ടും തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമല്ല. സ്പെസിഫിക് ആയിട്ട് മെഡിക്കൽ ഇൻഡിക്കേഷൻ ഉള്ളപ്പോൾ മാത്രം ഒരു കുട്ടിക്ക് ഫോമുല കൊടുക്കുക എന്ന സജഷൻ മാത്രമേ പീഡിയാട്രീഷ്യൻസിൻ്റെ അടുത്തു നിന്നും ഉണ്ടാവുള്ളൂ. ഒരു ഫോമുല ഇതിനൊരു പകരമാണെന്നുള്ളൊരു തെറ്റായൊരു ധാരണയാണ്. അതൊരിക്കലും നമ്മൾ, അത് ഡോക്ടേഴ്സിന് മാത്രമല്ല, ഇതിനെക്കുറിച്ച് അറിവുള്ള ഓരോരുത്തരും പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു മാസം തികയാത്ത കുട്ടിയുണ്ടായി, 1 കിലോയേ ഉള്ളൂ, വെൻറ്റിലേറ്ററിലായിരുന്നു, ഇമ്പ്രൂവ് ചെയ്തു, ബെറ്ററായി, അമ്മയ്ക്ക് പാലില്ല, അമ്മയ്ക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ടായിരുന്നു, അമ്മ ഒത്തിരി വിഷമിച്ചു, ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ അങ്ങനെ വന്ന സ്ഥിതിക്ക് അങ്ങനെയുള്ള കുട്ടികൾ, അങ്ങനെയുള്ള കഷ്ടപ്പെടുന്ന കുട്ടികൾ, മാതാപിതാക്കൾ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർ ഇപ്പം പാല് ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഏറ്റവും വലിയ ഒരു നല്ല കാര്യമായിട്ടാണ് കരുതേണ്ടത്. അത് നമ്മൾ അമ്മമാരെയും, ഇപ്പോഴത്തെ പൊട്ടൻഷ്യൽ അമ്മമാരെയും ഇനി അമ്മമാരാകാൻ ഉള്ളവരെയും ജനങ്ങളിലേക്കും വളരെയധികം എത്തിക്കേണ്ട ഒരു ഇതാണ്. മിൽക്ക് ബാങ്ക് എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിയുടെ സർവൈവലിന് നിങ്ങളെ സഹായിക്കുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു കുട്ടിയുടെ സർവൈവലിന് അതൊരു ഏറ്റവും പുണ്യമായൊരു കർമ്മമാണ്. അപ്പം അതിന് നമ്മൾ മാറി നിൽക്കുന്നതിൽ അതിന് ഇപ്പോൾ ചില അമ്മമാർക്ക്, നമ്മളോട് തന്നെ ചില അമ്മമാർ പറയാറുണ്ട്, സാറേ ഇത് പിഴിഞ്ഞ് കളയേണ്ടി വരുന്നു. അതിനകത്ത് അങ്ങനെ നോക്കിക്കണ്ടാൽ മതി. കാര്യം സർവൈവലിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കുട്ടിക്ക് നിങ്ങളത് പോരുന്ന ഏറ്റവും നല്ല ഒരു പുണ്യപ്രവൃത്തിയാണ് മിൽക്ക് ഡൊണേഷൻ എന്ന് പറയുന്നത്. വെറുതെ കളയാതെ തന്നെ അതിനൊരു അഗ്രസീവായിട്ടുള്ള പ്രൊമോഷൻ, ഇതൊക്കെ ഒരു പോസിറ്റീവ് ഹെൽത്തിൻ്റെ, അതായത് ഒരു പ്രിവെൻഷൻ്റെയും ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെയും ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് തീർച്ചയായിട്ടും
നമ്മൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്, അഗ്രസീവായിട്ട് പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ 2 സ്ഥലത്തോ മിൽക്ക് ബാങ്ക് മാത്രം തുടങ്ങി അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ വളരെ അഗ്രസീവായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ലൊരു പ്രതികരണം ഉണ്ടാകും. ആളുകൾക്ക് മറ്റൊരു ഇപ്പോൾ രക്തദാനം പണ്ടൊക്കെ ബ്ലഡ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരുടെ മാത്രം ഒരു രീതിയായിരുന്നു. പക്ഷേ ഇന്ന് എത്രയോ പേര് വോളണ്ടറി ചെയ്യുന്നു, എത്രയോ 500 തവണയിൽ കൂടുതൽ കൊടുത്തവരെ നമ്മൾക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഒരു അതായത് ഇത് ആവശ്യമുള്ള ഒരു കുട്ടിയുടെ സർവൈവലിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ഒരു മഹത്തായ ഒരു കാര്യമായിട്ട് തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യണം. ഇതിനൊക്കെയാണ് ശരിക്കും നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ കൂടെ തന്നെ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്. ബ്രസ്റ്റ് ഫീഡിങ്ങിനോടൊപ്പം കുട്ടികൾക്ക് മുലപ്പാൽ കിട്ടാനുള്ള ഏറ്റവും ആധുനിക സൗകര്യമായ ബ്രസ്റ്റ് ബാങ്കിലേക്ക് നമ്മുടെ പൊട്ടൻഷ്യലായിട്ടുള്ള മദേഴ്സിനെയും അവരെ ഇൻഫോം ചെയ്യുക. ഇനി ഇപ്പം അമ്മമാരായിട്ടുള്ളവരോട് അതിനുള്ളൊരു പ്രചോദനം നൽകുക, അത് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കുക. അത് സ്ത്രീകളിലൂടെ മാത്രമല്ല, ഒരു ഫാമിലി യൂണിറ്റ് വഴിയും ചെറുപ്പക്കാർ വഴിയും വിവിധ മീഡിയ വഴിയും അത് അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അങ്ങനെ വന്നാൽ മാത്രമേ ഇത് വിജയം. കാര്യം ഇതൊരു പബ്ലിക് സപ്പോർട്ടോടുകൂടി മാത്രം നടക്കുന്ന, അതായത് ഒരു ഇൻഡിവിജ്വൽ അവരുടെ സ്വമനസാല ചെയ്താൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളപ്പം ആ പ്രൊമോഷൻ ഇപ്പം നമ്മൾ ഇപ്പം ഈ എറണാകുളത്ത് മിൽക്ക് ബാങ്ക് തുടങ്ങി ഇവരെ ഇപ്പം നമ്മൾ ചില പ്രോഗ്രാംസൊക്കെ ഡിസൈൻ ചെയ്യുമ്പം അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ടെക്നോളജിയും ഒക്കെ നല്ലതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇതിനെ ഞാനൊരു മാർക്കറ്റിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമല്ല, പക്ഷേ ഈ വസ്തുത മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അതിന് മാർക്കറ്റിംഗ് എന്നൊന്നും ഞാൻ പറയില്ല. അത് പക്ഷേ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജോലിയാണ്. ഒരു ആരോഗ്യ വകുപ്പോ അല്ലെങ്കിൽ കുറച്ച് ഇതിൽ ഇൻവോൾവ് ചെയ്ത കുറച്ച് പേരുടെയും മാത്രം ജോലിയല്ല. ഇതുപോലുള്ള മെസ്സേജസൊക്കെയാണ് പബ്ലിക്കിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്തകളും TV ചാനലിലെ പ്രധാന ഷോകൾക്കൊക്കെ മുമ്പായിട്ടൊക്കെ ഒരു ഫ്രീ അഡ്വർടൈസ്മെൻറ്റ് ടൈം ഒരു ഫ്ലാഷ് സെക്കൻഡ് വന്നാലും മതി. അതൊക്കെ ഒത്തിരി പേരിലേക്ക് എത്തും. പിന്നെ ഇതുപോലെ സ്കൂളുകൾ, കോളേജുകൾ ഇതൊക്കെ ഇത് ഇൻഫർമേഷൻ്റെ പേരിൽ ആണെങ്കിലും അവർ വഴിയൊക്കെ ഈ ടീച്ചേഴ്സ് വഴിയും അങ്ങനെ സോഷ്യൽ മീഡിയ റീച്ച് ഔട്ട് ഒത്തിരി ഉള്ള ഒരു സമയമല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലാതെ മിൽക്ക് ബാങ്ക് വളരെ കുറച്ച് പേരിലേക്ക് ഒതുങ്ങി നിൽക്കത്തേ ഉള്ളൂ. എനിക്ക് ന്യൂ ബോൺ ICUവിൽ 5 ബേബിയുണ്ട്, അല്ലെ 10 ബേബിയുണ്ട്. അതിനകത്ത് 5 പേർക്കേ മിൽക്കുള്ളൂ, അല്ലെ 7 പേർക്കേ മിൽക്കുള്ളൂ. എന്നെ സംബന്ധിച്ച് ആ 2 പേർക്കൂടെ ബ്രസ്റ്റ് മിൽക്ക് കിട്ടുക എന്നുള്ളത് ക്രൂഷ്യലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ വാർഡിലുള്ള അമ്മമാരോട് അങ്ങനെ ഡെലിവറി കഴിഞ്ഞ അമ്മമാരോട് അഭ്യർത്ഥിക്കുന്നതിന് എനിക്കൊരു മടിയില്ല. കാര്യം അതൊരു ഞാനൊരു മെഡിക്കലി തെറ്റായ ഒരു കാര്യമല്ല ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് കുറച്ച് പേർക്ക് അറിവ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ അറിവിൻ്റെ ബേസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ബ്ലഡ് ഡൊണേഷൻ ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ തന്നെ ബന്ധുവിന് ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരോട് വേണേലും ചോദിക്കല്ലേ കൊടുക്കാവോ എന്ന്? ആരോട് വേണേലും ചോദിക്കും. പക്ഷേ പാലിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ ഇതിനകത്തൊരു ഇതൊരു നിങ്ങളൊരു ജീവൻ ദാനം ചെയ്യുന്നതായിട്ട് കരുതി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാര്യം ഇത് ഞാൻ എൻ്റെ വാർഡിലുള്ള അമ്മമാർ, അവർ ഹൈ പ്രൊഫൈലായാലും സാധാരണ പ്രൊഫൈലായാലും ഞാൻ അവരോടെല്ലാം പറയും. കാര്യം അതായത് കൂടുതൽ മിൽക്കുള്ളവർ ഡൊണേറ്റ് ചെയ്യണം. പിന്നെ ടെസ്റ്റിങ്ങിൻ്റെ കാര്യമാണ്. ഇതിനകത്ത് ഇതിൻ്റെ വളരെ പ്രാഥമികമായ കാര്യമാണ്. ടെസ്റ്റിംഗ് ചെയ്യാതെ നിങ്ങൾക്ക് ബാങ്കിങ് പറ്റില്ല. അതായത് സേഫ്റ്റിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. തരുന്ന ഡോണറിൻ്റെ ഒരു സേഫ് ഡോണറാണെന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. പ്രഗ്നൻസിയുടെ സ്ക്രീനിങ്ങിലും അത് കഴിഞ്ഞുള്ള നമ്മുടെ സ്ക്രീനിങ്ങിലും ഇതിന് വേണ്ട പ്രത്യേക സ്ക്രീനിങ്ങിലും അത് ചെയ്യാതെ നമുക്ക് ഇപ്പോൾ തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പോയിട്ട് നോക്കത്തില്ലേ? അവർ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് അസുഖമൊന്നുമില്ല, കയ്യെ പച്ച കുത്തി അവർ സമ്മതിക്കത്തില്ലല്ലോ. കാര്യം ഒരു പൊട്ടൻഷ്യൽ ഇൻഫെക്റ്റഡ് പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഇതുണ്ടാവാം, അല്ലെ ഇൻക്യുബേറ്റിംഗ് ആയിരിക്കും, അവർ സമ്മതിക്കത്തില്ല. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ അത് ചില കാര്യങ്ങൾ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. വളരെ ഇതൊക്കെ ഏതോ കുറച്ച് പേര് മാത്രം ചെയ്യേണ്ടതെന്ന് തോന്നും.
സ്ലോലി ഒരു ചേഞ്ച് വരും. നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ലാക്ടേഷൻ കൗൺസിലറുണ്ട്. നമ്മുടെ സർട്ടിഫിക്കേഷൻ വന്നായിരുന്നല്ലോ, ഈ ലക്ഷ്യ വന്നു. അത് കഴിഞ്ഞിട്ട് ഈ സർട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് മാൻഡേറ്ററി ആയിരുന്നു. ഇങ്ങനെ നമ്മുടെ ഇവിടെ ഇത് വേണം എന്നുള്ള മാൻഡേറ്ററി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്ത് നമുക്കൊരു NHMൻ്റെ RBS സ്കാനേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഹോസ്പിറ്റലിലെ ICUവിൽ NICUവിൽ മദേഴ്സിനെ കാണും. പിന്നെ ഡോമെട്രിയിലാണ് മദേഴ്സ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് സ്റ്റാഫിൻ്റെ കൂടെ തന്നെ അവിടെ പോയിട്ട് അവരോട് സംസാരിക്കും. പിന്നെ ഇമ്മ്യൂണൈസേഷൻ ക്ലിനിക്കിൽ അവർ മദേഴ്സിനെ കാണും. അപ്പോൾ അങ്ങനെ പിന്നെ അവരുടെ നമ്പർ അവൈലബിൾ ആക്കി കൊടുത്തിരുന്നു. അപ്പോൾ അതൊരു ഇപ്പോൾ ഫീഡിങ് റൂമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് മദേഴ്സിന് ഡയറക്റ്റ് ഫീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കുമായിരുന്നു. അപ്പോൾ അത് കുറേ കറക്റ്റ് ചെയ്യും. പക്ഷേ ഞങ്ങളുടെ അകത്തുള്ള സ്റ്റാഫുകൾ വഴിയാണ് നമ്മൾ കൂടുതലും ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഒരാളുണ്ട് എന്നുള്ളത് നല്ലതാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരാളുണ്ട് എന്നുള്ളത് നല്ലതാണ്. എല്ലാ ഹോസ്പിറ്റലും അല്ല, അത് NHM ഇങ്ങനെ നമ്മുടെ ഈ സർട്ടിഫിക്കേഷന് പോകുന്ന MBFHI സർട്ടിഫിക്കേഷന് പോകുന്ന ഹോസ്പിറ്റലുകളിലൊക്കെ ഇങ്ങനെ അത് വേണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മളങ്ങനെ അവിടെ ഉള്ള ഒരു സ്റ്റാഫിനെ അതിനായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് താല്പര്യമുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഹോസ്പിറ്റലിൽ ICUവിൽ കിടക്കുന്ന അല്ലെങ്കിൽ വാർഡിൽ SCNUവിൽ കിടക്കുന്ന ബൈസ്റ്റാൻഡറെ നേരിട്ട് കാണാൻ അവരോട് ഒന്ന് അവരോട് കൂടുതൽ നേരം, ഇപ്പം നമ്മൾ റൗണ്ട്സ് എടുക്കുക അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ഒരു മെഡിക്കേഷൻ കൊടുക്കുക, നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ടൈം ഇത്രയേ ലിമിറ്റഡ് ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഇഷ്യൂസ് ഉള്ള മദേഴ്സിനോട് കൂടുതൽ നേരം സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്യും. ചിലർ ഫസ്റ്റ് ടൈം ആയിരിക്കാം, ചിലർക്ക് പെയിൻ ഉണ്ടായിരിക്കാം, അപ്പോൾ ചിലർക്ക് ചില പേഴ്സണൽ ഇഷ്യൂസ്, അപ്പോൾ അതൊക്കെ ഒന്ന് വെൻ്റ് ഔട്ട് ചെയ്യാനോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഇതിനൊരു നല്ല ക്യാമ്പയിൻ വേണം, ഇതിങ്ങനെ ഉണ്ട് എന്നുള്ളത്. അല്ലാതെ ഒരു ചെറിയ പോക്കറ്റിൽ മാത്രം ഒതുങ്ങി നിന്ന് കുറച്ച് പേര് മാത്രം അറിഞ്ഞ ഒരു പ്രോജക്റ്റിന് വലിയ മൈലേജ് ഉണ്ടാവില്ല. അപ്പോൾ അത് കൂടുതലും പേരിലേക്ക് എത്തിക്കുക. ഇപ്പോഴത്തെ മദേഴ്സായിട്ടുള്ളവർ, പൊട്ടൻഷ്യൽ മദേഴ്സ്, പിന്നെ മുതിർന്നവർ, ചെറുപ്പക്കാർ, ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ സാധിക്കും, ഇങ്ങനെയൊരു കുട്ടിയുടെ ജീവന് സപ്പോർട്ട് അവർക്ക് നൽകാൻ പറ്റും എന്നുള്ള ആ മെസ്സേജ് അവരിലേക്ക് എത്തിക്കുമ്പോഴേ ഇങ്ങനെയൊരു ഡൊണേഷനെ പറ്റി ഒരാളേലും ആലോചിക്കത്തുള്ളൂ.